അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, മധുരിക്കും അറിവുകൾ എന്ന എൻ്റെ ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. വളരെ പ്രധാനമായൊരു വിഷയം. പലരും എന്നെ എതിർക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഈ എതിർപ്പ് എനിക്ക് അതിലൊരു വിഷയമല്ല. അങ്ങനത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പലരും സോഷ്യൽ മീഡിയ തുറന്നാൽ നിമിഷപ്രിയൻ്റെ കാര്യവും കാന്തപുരത്തിൻ്റെ കാര്യമായിട്ട് തട്ടിച്ചാണ് എല്ലാവരും വർത്തമാനം പറയുന്നത്. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും എല്ലാവരും സുന്നി മുജാഹിദ്, മുസ്ലിങ്ങൾ, അമുസ്ലിമീങ്ങൾ ഒക്കെ സംസാരിക്കുന്നതിനെ പറ്റിയാണ്. എന്നാൽ ആ വിഷയത്തിൽ വിമർശിച്ചിപ്പോൾ ഏറ്റവും ശക്തമായിട്ട് വിമർശിക്കുന്നത് ഇപ്പോൾ കുരുവട്ടൂരി തരീക്കത്തിൻ്റെ ആളുകൾ. അത് പിന്നെ നമ്മൾ പറയേണ്ടതില്ല, അത് മുമ്പൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്ഥാനമോഹത്തിന് വേണ്ടി അവർ പറഞ്ഞ സ്ഥാനം കൊടുക്കാത്തത് കൊണ്ട്, പുറത്താക്കിയത് കൊണ്ട് അതിൻ്റെ ദേഷ്യം. ആ ദേഷ്യം പണ്ഡിത വേഷധാരികൾക്ക് യോജിച്ചതല്ല, പ്രത്യേകിച്ച് തെരീക്കത്തുകാർക്ക് യോജിച്ചതല്ല. തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ശരീഅത്തും തെരീക്കത്തും അംഗീകരിക്കുന്നവരാണ്. ഈബത്ത് നമീമത്ത് എന്ന് പറഞ്ഞ പോലത്തത് കൊണ്ട് അവൻ ഒരു സ്ഥാനവുമില്ല. ജനങ്ങളുടെ ഇടയിലും സ്ഥാനമല്ല, അള്ളാൻ്റെ ഇടയിലും സ്ഥാനമല്ല എന്ന് എല്ലാവർക്കും പറയാം. ഈ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ തെരീക്കത്തിൻ അഹദം യാഹവത്ത കൽവർ എന്നാണ് അതിക്കയിലൊക്കെ പറയുന്നത്. സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നത്. ആ സൂക്ഷ്മതൊന്നും അവർക്കില്ല. ഒരാളെങ്ങനെ തേജോബന്ധം ചെയ്യാൻ പറ്റുമോ അതേ അവർ ചെയ്യുന്നുള്ളൂ. അതവർ ഉസ്താദ്മാരായിരിക്കാം. എന്നാൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ റഫീഖ് സലഫി ഈ വിഷയത്തിൽ ഇടപെട്ട് പറഞ്ഞതിൻ്റെ പുറമെ രണ്ടാമതായിട്ട് ഇവിടെ ഷാർജ സലഫി എന്നൊരു സലഫി ഉണ്ടല്ലോ, ഹുസൈൻ സലഫി, അയാളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇയാളിവിടെ രംഗത്ത് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ കാന്തപുരം ചെയ്തത് കൊണ്ട് അതൊരു സുന്നിയായി എന്നുള്ള അലക്കാട്ടോ, കാന്തപുരം ചെയ്തതെന്നല്ല. എന്നാലേ ഈ കാന്തപുരത്തിനെ പുകഴ്ത്തി പറയാൻ നീ ആരാണെന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട് എന്നോട്. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ കാന്തപുരത്തിനെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ആൾ തന്നെ. ജിഫ്രി തങ്ങളെ നല്ല ഇഷ്ടപ്പെടുന്ന ആളാണ്. നജീബ് ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇവരൊക്കെ ഇവരെ ഷഫാത്ത് കൊണ്ട് ഒരു പക്ഷേ അവരിഷ്ടപ്പെടുന്നത് കൊണ്ട് ഇവരെ ആരെങ്കിലും ഷഫാത്ത് കൊണ്ട് ചിലപ്പോൾ സ്വർഗത്തിൽ പോയേക്കാം എന്നും ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതെനിക്ക് പറയാൻ ആരോടും ഒരു മടിയില്ല. കാരണം നമ്മൾ ആരും അമ്മിൻ്റെ ചോട്ടിലല്ല നമ്മളുള്ളത്. ഉള്ള കാര്യം തുറന്നു പറയാൻ ആരും പേടിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥകളും ഒക്കെ നമ്മൾ ആദ്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാവർക്കും അവനവൻ്റെ ഈമാൻ സൂക്ഷിക്കാം. ഒരു പണ്ഡിതനെ ഈ കുറ്റം പറയാൻ പാടില്ല എന്ന് എന്നോട് പഠിപ്പിച്ചത് ഈ 3 സംഘടനയിൽപ്പെട്ട സുന്നി പണ്ഡിതന്മാരാണ്. അവർ തന്നെ പറയണ ജോനെ കുറ്റം പറയണല്ല പാടില്ല എന്ന് നമ്മൾ പറയും, ആരാണെങ്കിലും. ഈ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ AP ആ ചെയ്ത കാര്യം നല്ലതോ ചീത്ത ആ ഭാഗത്തേക്കല്ല നമ്മളിവിടെ എന്ത് ചെയ്തതൊക്കെ. ഈ APനോട് ചാണ്ടിയമ്മൻ ഒരു കാര്യം പറഞ്ഞു, ആ കാര്യമാണ് മൂപ്പർ ചെയ്തത് എന്നാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെയാവട്ടെ, ഇനി ആര് ചെയ്ത എങ്ങനെയാണെങ്കിലും അദ്ദേഹം ചെയ്തത് കൊണ്ട്, അദ്ദേഹമായി ചെയ്തത് എന്നതുകൊണ്ട്, ഒരു സുന്നി പണ്ഡിതനായി എന്ന് ചെയ്തത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇത്തരം നേതാക്കൾ ആ കൂട്ടത്തിൽ 0 വരുന്ന ആളുകളാണ് ഇവരൊക്കെ. ബാലുശ്ശേരി അടക്കം, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞില്ലേ, അമ്പലത്തിൽ പോയി തൗഹീദ് പ്രസംഗിക്കുന്ന എന്നെ കാന്നുമാർ മുശ്രിക്കാക്കിയില്ല. ഇതന്നെ ഞങ്ങളെല്ലാവരും സ്വഭാവം. ഒരു കൂട്ടർ വിശ്വാസത്തിൽ ഈ റഫീഖ് സലഫി മുശ്രിക്കാം, മറ്റൊരു വിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ വിശ്വാസത്തിൽ ഈ ഷാർജ സലഫി എന്ന് പറയുന്ന ഹുസൈൻ സലഫി മുശ്രിക്കാണ്. എന്നാൽ സുന്നികളടിയിലെ അഭിപ്രായ വ്യത്യാസം അങ്ങനെയല്ല, ശാഖാപരമായതാണ്. അത് വോട്ടിൻ്റെ വിഷയത്തിലും മറ്റുള്ള തെരഞ്ഞെടുപ്പിൻ്റെയും അങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങളുള്ളൂ. അത് അടിസ്ഥാനപരമല്ല. ഒരു സുന്നി മറ്റേ സുന്നി മുശ്രിക്കാണെന്നോ കാഫറാണെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. സുന്നി കാഫറാണോ മുശ്രിക്കാണെന്നല്ല, വഹാബികൾ മുശ്രിക്കാണെന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സുന്നികളെ മുശ്രിക്കാക്കുന്നത് കൊണ്ട് അവർ മുശ്രിക്കാവും. അത് തന്നെ ഈ വ്യക്തികളെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നജീബ് ഉസ്താദിനോടൊരു ചോദ്യം ചോദിക്കുന്നത് കേട്ടു, സുന്നികളൊക്കെ മുശ്രിക്കാണ് എന്ന് പറയുന്നവരാണല്ലോ, അത് കൊണ്ട് ശിർക്ക് തിരിച്ചടിക്കുമെന്ന് ചോദിച്ചപ്പോൾ മൂപ്പരെന്താ പറഞ്ഞത്, ഒരു സമൂഹത്തിനെന്ന് പറഞ്ഞ വ്യക്തികളെ പറഞ്ഞാലാകും. ഈ അടിസ്ഥാനത്തിൽ ഉമർ മൗലവിയൊക്കെ എന്നോ മുശ്രിക്കായിട്ടുണ്ടാവുന്ന നമുക്ക് വിശ്വസിക്കുക. കാരണം എന്താണ്, ഉമർ മൗലവി വ്യക്തമായിട്ടാണ് ഈ കെ എസ് മുസ്ലിയാർക്ക് കത്തിരുന്നത്. ഈ കെ മുസ്ലിയാർ നിങ്ങൾ മുസ്ലിം ആകണം, അല്ലെങ്കിൽ നിങ്ങളെ ജനങ്ങളുടെ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കേണ്ടിയിരുന്ന് ആരാ പറഞ്ഞത്, ഈ കെ എസ് മുസ്ലിയാർ. ഈ കെ എസ് മുസ്ലിയാരെ എല്ലാ സുന്നികളും ബഹുമാനിച്ചിരുന്ന ആളാണ്. ഈ കെ എസ് മുസ്ലിയാർ കേരള സംസ്ഥാന മുത്തുലമൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ആമിയൂർ മുഹമ്മദ് മുസ്ലിയാരെ
ബാഗും പിടിച്ചടഞ്ഞിരുന്ന ആളാണ്. അത്രക്കും നമുക്ക് അദ്ദേഹത്തിനെ പറ്റി അറിയാം. AK മുസ്ലിയാർക്ക് ഇവിടെ സംവാദം പഠിപ്പിച്ചു കൊടുത്ത ആൾ ആമിയൂർ മുഹമ്മദ് മുസ്ലിയാരാണ്. ചേകനൂരുമായിട്ടുള്ള സംവാദത്തിലൊക്കെ അത് കേൾക്കാൻ വേണ്ടി താജുൽ ഉലമ സദഖത്തുൽ ഉസ്താദ് അവിടെ അതിന് അപ്പം കയറി ചെല്ലാൻ വേണ്ടിയിട്ട് ധൈര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞയച്ചിരുന്നത് ആമിയൂർ ഉസ്താദിനെയും AK മുസ്ലിയാരെയാണ്. അപ്പോൾ ഇതാണ് സുന്നികൾ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം തന്നെയാണ് നമ്മളെ എൻ്റെ ഉസ്താദൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ പെരുമാറുന്നത്. എല്ലാ പണ്ഡിതന്മാരെ ബഹുമാനിക്കണം എന്നാണ് നമ്മൾ പഴയ ഉസ്താദന്മാരൊക്കെ പഠിപ്പിച്ചത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ AP ചെയ്താലും AP നന്മ ചെയ്താലും ഈ ജിഫ്രി തങ്ങൾ ചെയ്താലും നജീബ് ഉസ്താദ് ചെയ്താലും ആര് ചെയ്താലും നമ്മളൊക്കെ അംഗീകരിക്കണം. ഇവരൊക്കെ സുന്നി പണ്ഡിതന്മാരാണ്. ഇവരെ ജീവിതം ഇവിടെ കാഴ്ചവെച്ചത് അങ്ങോട്ടോട്ട് വർഗീയത പറയാനല്ല. ചെറുപ്പം മുതലേ ഇവർ ദീനി പ്രബോധനത്തിന് അൽ ഉലമ വറസത്തുൽ അംബിയ എന്നാണത്. പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഇപ്പം നമുക്ക് ചെന്നാട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് നേരിട്ട് നിയമങ്ങൾ ചോദിക്കാനോ പറയാനോ നിയമമല്ല ഇല്ലാത്തത് കൊണ്ട് ഈ സുന്നി ഗണത്തിൽപ്പെട്ട ഈ 3 വിഭാഗത്തിൽപ്പെട്ട AP AK സംസ്ഥാനം ഇവരാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത്. ഈ പണ്ഡിതന്മാരെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിച്ചാൽ അവരോട് നമുക്ക് എന്ത് ചോദിക്കാം. ഇവർ കാരണമായിട്ട് നമ്മൾ സ്വർഗത്ത് പോണത്. ഇപ്പം നിങ്ങൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഏത് വഹാബിയാകട്ടെ, നിങ്ങൾ പഠിച്ച സമസ്തൻ്റെ മദ്രസയിലായിരിക്കും. ഈ സമസ്തൻ്റെ മദ്രസ എന്ന് പഠിക്കുന്നത് സുന്നി ആശയാണ്. അപ്പോൾ ഇവരെ അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ റഫീഖ് സലഫിയോ മറ്റുള്ള സലഫികളൊന്നും എന്താക്കിയിട്ട് കാര്യമില്ല, ഈ കാരെടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടക്കും, റസൂലിൻ്റെയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു മനുഷ്യനെ മോശമാക്കി പറയാൻ പാടില്ല. നമ്മൾ സ്വയം നന്നാകുക, മറ്റുള്ളവരെ നന്നാക്കാൻ ഞാൻ അർഹനല്ല. നമ്മളെന്നെ നാളെ മരിച്ചു പോകില്ലേ, ഇന്ന് ജീവൻ പോയാൽ നാളെ നമ്മൾ ഖബറിലല്ലേ പോയി കിടക്കുന്നത്. ആ ചിന്ത നമുക്ക് വേണ്ട. നമ്മൾ പറഞ്ഞത് അല്യമൻ അഖ്തിമാലാഫുവായും തുക്കല്ലിമനായിദീഹിം തഷദു അർജുനമാക്കാൻ സിബുന്ന, ആ ദിവസം നമ്മളെ അല്യമൻ അഖ്തിമാലാഫുവായി വായ്ക്ക് ശീല് വെക്കും, തൊള്ളക്ക് മുണ്ടാൻ അർഹത ഉണ്ടാവില്ല. നമ്മളിവിടുന്ന് നമ്മളെ വീട്ടുകാരുമായിട്ട് മറ്റുള്ള കാര്യമായിട്ട് നമ്മൾ ഒരാളോട് ആക്ഷേപിച്ച് ചീത്തയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ കൈ സംസാരിക്കും, അതിന് കാല് സാക്ഷി നിൽക്കും. ഇങ്ങനത്തെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. അത് ഗ്രൂപ്പിൻ്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ മേലാവട്ടെ, വെറുപ്പിൻ്റെ മേലാവട്ടെ. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഈ പറയുന്നതൊക്കെ നമ്മൾ മരിച്ചാൽ ഇവിടെ ശേഷിക്കുമെന്ന് എനിക്കറിയാം. നീ ഇവിടെ നമ്മളിവിടെ ജീവിച്ചതിന് എന്താണ് ഇവിടെ തെളിവ്? നമ്മൾ ജീവിച്ചതിനുള്ള തെളിവ് നമ്മൾ നല്ലൊരു സമൂഹത്തിനെ പടുത്തുയർത്തലാണ്. അതാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കാന്തപുരം ചെയ്തുകൊണ്ടിരിക്കുന്നതും നജീബ് ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ജിഫ്രി തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഇതാണ്. ഒരു സമൂഹത്തിനെ, ഒരു ഉത്തമമായ സമൂഹത്തിനെ ഇവിടെ വാർത്തെടുക്കുക. ആ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഗാധമായി ചിന്തിച്ച് പഠിച്ചുകൊണ്ട് അവരോട് ചില കാര്യങ്ങൾ ഈ നാടിൻ്റെ ഈ വ്യവസ്ഥ അനുസരിച്ച് ചില ആളുകൾ ആവശ്യപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും, ഗവൺമെൻറ്റിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സമീപിക്കുകയോ ചെയ്തിട്ട് അവരെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതിൽ കുരുപൊട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇതിനെ വ്യക്തമായിട്ട് അറിയുന്നവരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ പറ്റി അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് അൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അവരെ അനന്തരെടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തു നിന്ന് പ്രശസ്തി കിട്ടുന്നോ കോടി കിട്ടുന്നോ അല്ല. അവർ അനന്തരമെടുക്കൽ എൽമിനാണ്, നാഫിയ എൽമിനാണ്. എനിക്കും നിങ്ങൾക്കും അറിവുണ്ടെങ്കിൽ ചെറിയൊരു അറിവ് മതി, പക്ഷെ അത് നാഫിയാകണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ. അപ്പോൾ ഈ വിഷയത്തിൽ റഫീഖ് സലഫി മറ്റുള്ളവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ നമ്മളൊക്കെ മുശ്രിക്കാണ്, സുന്നികളൊക്കെ മുശ്രിക്കാണ്. ഇവിടെ ഏറ്റവും വലിയ ഷിർക്കിൻ്റെ കേന്ദ്രം പാണക്കാട് കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്ത് അയച്ച ആളുകളാണ് എന്ന ബോധം കൂടി ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഹിന്ദു മുസ്ലിം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ആരോടും എതിർപ്പില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സംരംഭം എത്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.